എടാ, ഞാൻ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നന്നാവാൻ നോക്കിയിട്ടുണ്ട്. ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നന്നാവണം എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളപ്പം ആലോചിക്കുക, നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറേ ചെയ്ത തെറ്റുകളായിരിക്കും. നമ്മളിപ്പോൾ ഞാൻ അത്രയും തെറ്റൊക്കെ ചെയ്താണല്ലോ, പടച്ചപ്പനെ സ്വീകരിക്കുക എന്നുള്ളൊരു മൈൻഡ് ഇങ്ങനെ വരും. അപ്പോഴാണ് എനിക്ക് സൂറത്ത് റംസിലൊരായത്തിനെ വല്ലാതെ അട്രാക്ട് ചെയ്ത് തോന്നി. അത് കൊല്ലിയ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ല എന്ന് പറഞ്ഞിട്ട്, ജീവിതത്തിൽ അതിക്രമം കാണിച്ചൊരു കൂട്ടരോടാണ് പറയുന്നത് ലാ തഖ്നതു മിർ റഹ്മത്തില്ല. നിങ്ങളൊരിക്കലും പടച്ചവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. നിങ്ങളെ മുമ്പിലൊരിക്കലും പടച്ചവന്റെ കാരുണ്യത്തിന്റെ വാതിലൊരിക്കലും കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല എന്ന്. അപ്പം ഞാനിതിൻ്റെ തഫ്സീറൊക്കെ എടുത്ത് നോക്കി, തഫ്സീർ തുബിരൊക്കെ എടുത്ത് നോക്കിയ സമയത്ത് അതിലിങ്ങനെ പറയുന്നുണ്ട്, ഒരിക്കൽ അലിയാരിതങ്ങൾ തൻ്റെ അവിടുത്തെ അസ്ഹാബികളോട് ചോദിക്കുന്നുണ്ട്, ഖുർആനിൽ പടച്ചവന്റെ ഏറ്റവും വലിയ വിശാല മനസ്കത പ്രകടിപ്പിക്കുന്ന ആയത്ത് എന്നാണ് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് ഈ ആയത്താണ്. പിന്നെ ഇതിൻ്റെ സബബ് നുസൂലിൽ ഒരു കാര്യം പറയുന്നതാണ്, കാരണം മക്കക്കാര് പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ ബിംബങ്ങളെ ആരാധിച്ചിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ടുണ്ട്, വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, പല ആളുകളെ കൊന്നിട്ടുണ്ട്, ഇനി ഞങ്ങൾ എങ്ങനെ മുസ്ലിം ആവും, ഞങ്ങളിനി എങ്ങനെ ഇസ്ലാം സ്വീകരിക്കും, ഞങ്ങൾക്ക് പടച്ചവനൊക്കെ പുറത്തിരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയെന്നുള്ളൊരു അഭിപ്രായമൊക്കെ വരുന്നുണ്ട്.